السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ, അള്ളാഹിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയവർക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ അതെല്ലാം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവനെടുക്കൽ മഖ്ബൂലായ അമലായി നമ്മളിൽ നിന്നും ഈ ഇരുത്തത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ആരോഗ്യത്തിലും അള്ളാഹു നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ അവസാനമായി പറഞ്ഞത്, ഒരു മുഅ്മിൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അല്ലേ? അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിം വ മുസ്ലിമ തഅല്ലുമ സലാസി ഹാദിഹിൽ മസായിൽ. 3 മസ്അലകൾ പഠിക്കൽ അനിവാര്യമാണ്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. അതിൽ 2 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദീകരിച്ചു. ഇനി മൂന്നാമത്തത് അസ്സാലിസ, മൂന്നാമത്തത് നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, മൂന്നാമത്തെ മനുഷ്യൻ മുസ്ലിം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 3ാമത്തെ മസ്അല. ഈ മസ്അലയുടെ പ്രത്യേകത, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മസ്അലയാണ്. 2ാമത്തത്, ഈ മസ്അല ദീനിൻ്റെ അടിസ്ഥാനമാണ്. 3ാമത്തത്, ദീനിൻ്റെ നിലനിൽപ്പും ഈ മസ്അലയാണ്. ഷെയ്ഖ് പറയാണ്, അസ്സാലിസ, 3ാമത്തെ മസ്അല, അന്ന മൻ അതാഅ റസൂല, ദൂതന്മാരെ അനുസരിക്കുന്നവൻ. മുമ്പ് പറഞ്ഞ അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ, മുർസലീങ്ങളെ. അവരനുസരിക്കൽ നിർബന്ധമാണ്. അവരനുസരിച്ചവൻ സ്വർഗത്തിലും ധിക്കരിച്ചവൻ നരകത്തിലും ആണ്. എന്നിട്ട് പറയാണ്, അവൻ ആരെങ്കിലും ആ ദൂതന്മാരെ അനുസരിച്ചാൽ, അതേപോലെ വവഹദല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കുകയും ചെയ്താൽ, അതായത് തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുന്ന ഒരാൾ, ദുനിയാവിൽ മുവഹിദായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മുവഹിദായി ജീവിക്കുന്ന മനുഷ്യൻ ലാ യജൂസു ലഹു, ആ മനുഷ്യന് അനുവാദമില്ല. അതായത് ദുനിയാവിൽ അള്ളാഹിനെ അംഗീകരിച്ച് റസൂലുള്ളാഹി തങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിന് അനുവാദമില്ല. അൽ മുവാലാതു, ബന്ധം ചേർക്കൽ, സൗഹൃദ ബന്ധം ചേർക്കൽ. മൻ ഹാദ്ദല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട്, അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും എതിരിടുന്നവരോട് മുഅ്മിനീങ്ങൾക്ക് എന്ത് പറ്റൂല? മുവാലാത്ത് പറ്റൂല. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം പാടില്ല. വലൗ കാന അഖ്റബ ഖരീബിൻ, അതെത്ര അടുത്ത ആളാണെങ്കിലും ശരി. ഇതാണ് നമ്മളെ ഷെയ്ഖ് പറഞ്ഞ മത്ൻ. പിന്നെ വദ്ദലീലു ഖൗലുഹു തആല, ഈ പറയപ്പെട്ട കാര്യത്തിന് തെളിവാണ് ഷെയ്ഖ് ഇവിടെ ഖുർആൻ്റെ ആയത്ത് കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മസ്അലയിൽ ഷെയ്ഖ് പഠിപ്പിക്കുന്നത് അൽ വലാ വൽ ബറ. വലാ ബറ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കലും അള്ളാഹു ഒഴിവാക്കിയവരെ ഒഴിവാക്കലും. ഇതാണ് അൽ വലാ വൽ ബറ. നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഒരു മസ്അലയാണ് അൽ വലാ വൽ ബറ. ദീനിൻ്റെ അടിസ്ഥാനം കൂടിയാണിത്, അല്ലേ? ഇതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാലഘട്ടത്തിൽ സമൂഹം പല രൂപത്തിലാണ്. ചില ആൾക്കാർ ഈ അൽ വലാ വൽ ബറാഇൻ്റെ വിഷയത്തിൽ പറ്റപ്പോയി, ഒന്നുമില്ലാണ്ട്, അങ്ങനത്തെ ഒരു നിയമമേ ഇസ്ലാമിൽ ഇല്ലാത്തതുപോലെ ജീവിക്കുന്നു. ചില കൂട്ടർ അൽ വലാ വൽ ബറാഇൻ്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞു. നമ്മളെന്ത് ചെയ്യണം? മിതത്വം പാലിക്കണം. അതെല്ലായിടത്തും, അല്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രത്യേകതയും അതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറഞ്ഞത് ഉമ്മത്തും വസത, എല്ലായിടത്തും മിതത്വം പാലിക്കുന്ന വിഭാഗമാണ്. നമുക്ക് അതിനാഴ്ചയൊക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ, മിതത്വം പാലിക്കുന്നവർ.
പൽ വലാ വൽ ബറാഇൽ അഹ്ലുസുന്നത്തിന്റെ ജമാഅത്തിന്റെ നിലപാടെന്ന് പറയുന്നത് അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുക, അള്ളാഹു വെറുത്തതിനെ വെറുക്കുക, അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞതിനെ ഒഴിവാക്കുക, അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. അതാണ് അൽ വലാ വൽ ബറാ. വലാ എന്ന് പറഞ്ഞാൽ ബന്ധം സ്ഥാപിക്കുക, ബറാ എന്ന് പറഞ്ഞാൽ ബന്ധം ഒഴിവാക്കുക. നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൗഹീദ് ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഇതാണ് ഇസ്ലാം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ കീഴൊതുങ്ങുക. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഭാഗം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ കീഴൊതുങ്ങുക. തൗഹീദ് പൂർത്തിയായി. രണ്ടാമത്തത് അൽ ഇൻഖിയാദു ലഹു ബിത്വാഅ. അള്ളാഹുവിനെ അനുസരിക്കുക. എങ്ങനെ അനുസരിക്കുക? അള്ളാഹിനെ ആരാധിക്കുക. അതെങ്ങനെ? റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്നതുപോലെ അല്ലേ? വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹിൻ്റെ റസൂൽ എന്തൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ അതിനെ സ്വീകരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ വേണ്ടാന്ന് പറഞ്ഞു അതിനെ ഒഴിവാക്കുക, വർജിക്കുക. അപ്പോൾ ഈമാൻ്റെ രണ്ട് ഭാഗമായി. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. അതാണ് ഇത് അൽ വലാ വൽ ബറാ. അൽ ബറാഅതു മിനശ് ശിർക്ക്, ഷിർക്കിൽ നിന്നും മുക്തരാകുക. വ അഹ്ലിഹി, ഷിർക്കിൻ്റെ ആൾക്കാരിൽ നിന്നും മുക്തരാകുക. ഷിർക്കിൽ നിന്നും, ഷിർക്കിൻ്റെ ആൾക്കാരിൽ നിന്നും മുക്തരാകുക, ഒഴിവാകുക. കാരണം നമുക്ക് ഷിർക്കുമായിട്ടൊരു ബന്ധവുമില്ല, ഷിർക്കിൻ്റെ ആൾക്കാരുമായിട്ടും ഒരു ബന്ധവും ഇല്ല. ഇതാണ് ഈ അൽ വലാ വൽ ബറാഇൻ്റെ അടിസ്ഥാനം. അപ്പോൾ അള്ളാഹ് സ്നേഹിച്ചതിനെ സ്നേഹിക്കുക, അള്ളാഹു ഒഴിവാക്കിയതിനെ ഒഴിവാക്കുക. അല്ലേ? നമ്മൾ മുമ്പ് ചില ക്ലാസ്സുകളിൽ പഠിച്ചൊരു കാര്യം, ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ഷർത്തുകൾ അല്ലേ? നിസ്കാരത്തിന് ഷർത്തുകളില്ലേ? അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് എന്തുണ്ട്? ഷർത്തുകളുണ്ട്. അതിന് റുക്നുകളുമുണ്ട്. ഷർത്തുകൾ പാലിക്കപ്പെടാത്ത നിസ്കാരം ബാത്തിലാണ്. അതേപോലെ ഷർത്തുകൾ പാലിക്കപ്പെടാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയും ബാത്തിലാണ്. അല്ലേ? ഒരാൾ നിസ്കാരത്തിൻ്റെ ഒരു ഷർത്താണ് ഖിബിലക്ക് മുന്നിടുക, അല്ലെങ്കിൽ ഔറത്ത് മറക്കുക. അല്ലേ? ഔറത്ത് മറക്കുക നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഒരാൾ ഔറത്ത് മറക്കാതെ നിസ്കരിച്ചു, നിസ്കാരം സഹിയാകുമോ? ഇല്ല. ഖിബിലക്ക് മുന്നിടാതെ നേരെ ഓപ്പോസിറ്റ് നിസ്കരിച്ചു, നിസ്കാരം സഹിയാകുമോ? ഇല്ല. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ചില ഷർത്തുകളുണ്ട്, 7ഓളം ഷർത്തുകളുണ്ട്. ആ ഷർത്തും പാലിക്കപ്പെടാതെ എന്താകൂല? നമ്മുടെ നിസ്കാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകൂല. ആ ഷർത്തുകൾപ്പെട്ട ഒന്നാണ് അൽ മഹബ്ബ, സ്നേഹം. അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുക, അള്ളാഹും അള്ളാഹു റസൂലും സ്നേഹിച്ചതിനെയും സ്നേഹിക്കുക. അത് ഈമാൻ്റെ ഭാഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹിനെ സ്നേഹിക്കുക, അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുക. അതേപോലെ അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും സ്നേഹിച്ചതിനെയും സ്നേഹിക്കുക. അതാണ് അൽ വലാ വൽ ബറാ എൻ്റെ അടിസ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു, വ അബ്ഗദ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി വെറുത്തു. അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരോട് അകലം പാലിക്കുക, അത്ര തന്നെ. അതായത് ഷിർക്കിൻ്റെ ആൾക്കാരും മാറ്റി നിർത്തുക. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഅതാ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹിൻ്റെ പേരിൽ നൽകി, അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു. അതേപോലെ വമനഅ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെച്ചു, അങ്ങനെയുള്ളവൻ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു. അപ്പം എന്ത് മനസ്സിലായി? ഈമാനിൻ്റെ പൂർത്തീകരണമാണ് അൽ വലാ വൽ ബറാ. ഇപ്പോൾ വലാഉം ബറാഉം ഇല്ലാത്തവൻ്റെ ജീവിതം എന്തുണ്ടാവില്ല? ഈമാൻ കാമിലാകൂല. വേറെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, സലാസു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. സലാസു, മൂന്നാൾക്കാർ, മൂന്ന് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ആരിലാണോ ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് അവൻ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കും. ഈമാൻ്റെ മാധുര്യം എന്ന് പറഞ്ഞാൽ ഈമാൻ യഥാർത്ഥത്തിൽ അവന് പൂർത്തിയാകും. ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട മനുഷ്യൻ. എന്താ മൂന്ന് കാര്യങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തത്
അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലേ? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തത് അൻ യകൂന അല്ലാഹു, അല്ലാഹു ആകലാണ്, വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും ആകലാണ്, അഹബ്ബ ഇലൈഹി, അവൻ ഏറ്റവും പ്രിയങ്കരമായതാകലാണ്. അത് അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കലാണ്. മിമ്മാ സിവാഹുമ, ഇവ രണ്ടിനേക്കാൾ കൂടുതൽ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരേക്കാൾ കൂടുതൽ അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുക, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? മഹബത്ത് പൂർത്തിയായി, അല്ലേ? അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ചു. ഇപ്പോൾ അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണെന്ത്? രണ്ടാമത്തെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാളെ സ്നേഹിക്കുക, വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുക, അത് അള്ളാഹിൻ്റെ മാർഗത്തെ സ്നേഹിക്കുക. മനസ്സിലാകുന്നുണ്ട? അള്ളാഹിൻ്റെ മാർഗത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സൗന്ദര്യം കണ്ടിട്ട് സ്നേഹിക്കലാണ്? അല്ല. സമ്പത്ത് കണ്ടിട്ട് സ്നേഹിക്കലാണ്? അല്ല. പിന്നെ എന്തുകൊണ്ടിട്ട് സ്നേഹിക്കലാണ്? ആദർശത്തിൻ്റെ പേര് സ്നേഹിക്കലാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ മോശപ്പെട്ട സൗന്ദര്യമില്ലാത്ത ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത ഫക്കീറായ മനുഷ്യനായിരിക്കാം. പക്ഷെ ആദർശത്തിൻ്റെ പേരിൽ രണ്ടുപേരും സമമാണ് അള്ളാഹിൻ്റെ അടുക്കൽ, അല്ലേ? ആദർശത്തിൻ്റെ പേര് സ്നേഹിക്കുക. മുഅ്മിനാണോ? ഈമാനിൻ്റെ പേര് സ്നേഹിക്കുക. മുവഹിദാണോ? തൗഹീദിൻ്റെ പേര് സ്നേഹിക്കുക. ഇതാണ് അൽ വലാ വൽ ബറ. ഈമാൻ്റെ പേരിൽ സ്നേഹിക്കുകയും കുഫറിൻ്റെ പേരിൽ വെറുക്കുകയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം 3 കാര്യങ്ങൾക്കുള്ള ഈമാൻ്റെ മാധുര്യം ആസ്വദിക്കും. ഒന്ന്, അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും അവൻ ഏറ്റവും പ്രിയങ്കരമുള്ളവരാകുക. 2, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ പേരിൽ സ്നേഹിക്കുക, അതായത് ദീനിൻ്റെ പേരിൽ, തൗഹീദിൻ്റെ പേരിൽ, ഈമാൻ്റെ പേരിൽ സ്നേഹിക്കുക. 3, കുഫറിലേക്ക് മടങ്ങുന്നതിനെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് പോലെ വെറുക്കുക. ഒരാളെ തീയിലേക്ക് എറിയുന്ന ആർക്കും ഇഷ്ടപ്പെടുമോ? ഇല്ല. അതേപോലെ നിങ്ങൾ യഊദലിൽ കുഫർ, കുഫറിലേക്ക് മടങ്ങുന്നതിനെ നിങ്ങൾ പേടിക്കുക, വെറുക്കുക. ഈ 3 കാര്യങ്ങൾ. അപ്പോൾ എന്ത് മനസ്സിലായി? 2 പിന്നെ അൽ വലാ വൽ ബറ ഇതിലടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ അൽ വലാ, വലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക. മുഅ്മിനീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്, സാലിഹീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്, മുവഹിദുകൾ അള്ളാഹിൻ്റെ ഇഷ്ടക്കാരാണ്. അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, തൗഹീദിൻ്റെ പേര്. 2 ഇല്ലേ? അപ്പം എന്തായി? വലാ പൂർത്തിയായി. ഇനി ബറ എന്താ? ബറ എന്ന് പറഞ്ഞാൽ കുഫറിനെ വെറുക്കുക, കുഫറിൻ്റെ ആൾക്കാരെയും വെറുക്കുക. ഇതാണ് അൽ വലാ വൽ ബറ എന്നതിൻ്റെ അടിസ്ഥാനം. എൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുക, അതും ഈമാൻ്റെ ഭാഗമാണ്. ഏതുപോലെ? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, ഏതാ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്ക, അതിനെ സ്നേഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോൾ റസൂൽ ദുആ ചെയ്തു. എന്താ അറിയോ? അള്ളാഹുവേ, ഈ മദീനയോട് നീ എൻ്റെ മനസ്സ് സ്നേഹം തരണം. ഏതുപോലെ? മക്കയോട് എനിക്കുള്ള സ്നേഹം പോലെ. അപ്പോൾ മക്കയും മദീനയും സ്നേഹിക്കൽ ഈമാൻ്റെ ഭാഗമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്നേഹിച്ച നാടാണ്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂലും സ്നേഹിച്ച ആൾക്കാർ, സഹാബാക്കൾ, അവരെ സ്നേഹിക്കലും ഈമാൻ്റെ ഭാഗമാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ, അല്ലേ? അൻസാറുകളെ സ്നേഹിക്കുക, സഹാബാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ ആ സഹാബാക്കളുടെ വെറുപ്പ് പ്രകടിപ്പിക്കുക, അത് കുഫറിൻ്റെ അലാമത്താണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ സഹാബാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അത് ഈമാൻ്റെ ഭാഗമാണ്. അതേപോലെ ഖുർആൻ, ആ ഖുർആനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതേപോലെ അള്ളാഹുവിൻ്റെ ഷിആറുകൾ, ഇസ്ലാമിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഷിആറുകൾ ഏതൊക്കെയാ? പള്ളി, അത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. അതേപോലെ ഇസ്ലാമിൻ്റെ മറ്റു ചിഹ്നങ്ങൾ, വേഷവിധാനം, സ്വഭാവം, സംസ്കാരം, ആഘോഷം, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാനസികമായി സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. അതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ്. ആ ഇഷ്ടമില്ല എങ്കിൽ നമ്മുടെ വലാ പൂർത്തിയാകൂല. നമ്മൾ ഈ ഇഷ്ടപ്പെടുന്നത് പോലെ എന്ത് ചെയ്യണം? കുഫറിനെയും കുഫറിൻ്റെ ആൾക്കാരെയും ഷിർക്കിൻ്റെ ആൾക്കാരെയും നമ്മൾ വെറുക്കുമ്പോൾ തിരിതണ്ട. കാരണം അത് പൂർത്തിയാകാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാകുക. അതുകൊണ്ട് പ്രത്യേകം ഷെയ്ഖ് പറഞ്ഞത്, മൻ അതാഅ റസൂല, റസൂലിനെ അനുസരിക്കുന്ന ഒരുത്തൻ, വവഹദല്ലാഹ, അള്ളാഹുവിനെ ഏകനാക്കിയ ഒരുത്തൻ, അതായത് മുവഹിദായ ഒരാൾക്ക് അനുയോജ്യമല്ല എന്ത്?
കുഫറിനെയും കുഫറിൻ്റെ ആൾക്കാരെയും ഷിർക്കിനെയും ഷിർക്കിൻ്റെ ആൾക്കാരെയും സ്നേഹിക്കലും ഇഷ്ടപ്പെടലും. അപ്പം എന്ത് മനസ്സിലാക്കാൻ നോക്കോ, അപ്പം കുഫറിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കപ്പെടുന്ന സ്ഥലം നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് മഹത്വമോ പവിത്രതയോ സ്നേഹമോ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന സ്ഥലം, അതിനോട് മഹബത്ത് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഉറൂസുകൾ പോലെ, അതുപോലെ തന്നെ ക്രിസ്മസ് പോലെ, അതൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആഘോഷങ്ങളാണ്. അതാണ് ഷിർക്കിൻ്റെ കുഫ്രീൻ ആഘോഷങ്ങളാണ്. അതേപോലെ ജാറക്കൾക്ക് ഉണ്ടാകുന്ന ഉത്സവങ്ങൾ, ഉറൂസുകൾ, ഇതൊക്കെ അള്ളാഹു അല്ലാത്തവർ തൃപ്തിപ്പെടുത്താൻ, അള്ളാഹു അല്ലാത്ത തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ചില ഇബാദത്തുകളാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വെറുപ്പ് പ്രകടിപ്പിക്കണം. നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകാൻ പാടില്ല? സ്നേഹം ഉണ്ടാകാൻ പാടില്ല. അതും വലാഇൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ കുഫറിൻ്റെ ആൾക്കാരോട് നമുക്ക് സ്നേഹം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂലിനോട് ഈമാനുമായി ബന്ധപ്പെട്ട നമ്മളെ അഹ്ലുൽ ഈമാൻ അല്ലെങ്കിൽ അഹ്ലു തൗഹീദ് എന്ന ആൾക്കാരോട് മാത്രമേ നമുക്ക് സ്നേഹം ഉണ്ടാകാൻ പറ്റൂ. നമ്മൾ ഷെയ്ഖ് പറഞ്ഞെന്താ അറിയോ? വലൗ കാന അഖ്റബ ഖരീബിൻ, അതെത്ര അടുത്ത ആളാണെങ്കിലും. ചുരുക്കി പറഞ്ഞാൽ ആദർശത്തിലൊരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് ചുരുക്കം. തിരിയുന്നുണ്ട? തൗഹീദിൻ്റെ പേരിൽ സ്നേഹിക്കുക, തൗഹീദിൻ്റെ പേരിൽ അകലുക. ഇങ്ങനെ തൗഹീദിൻ്റെ പേരിൽ അകലുക എങ്ങനെയാണ്? ശിർക്ക് ചെയ്യുന്നവരെ മാറ്റി നിർത്തുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോടും തൻ്റെ സമുദായത്തോടും പറഞ്ഞ വാക്ക് നമുക്ക് മാതൃകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ശിർക്ക് ചെയ്യുന്നിടത്തോളം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ശിർക്ക് ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നും ഞാൻ ഒഴിവായിരിക്കുന്നു. ഇന്ന ബുറഅഉ മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുന്നു, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതേ നിലപാടാണ് നമ്മളിപ്പോഴും സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലാകുമ്പോൾ കുഫർ, ശിർക്ക് മാത്രമല്ല കുഫർ, ഈ കുഫറും കുഫറിൻ്റെ ആൾക്കാരെയും വെറുക്കുക. ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതിന് തെളിവായിട്ട് ഷെയ്ഖ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത് അൽ വലാ വൽ ബറ, അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹിൻ്റെ മാർഗത്തിൽ വെറുക്കുക, അത് ഈമാനിൻ്റെ പൂർത്തീകരണമാണ്. അസ്ലുൻ മിൻ ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം കൂടിയാണ്. അത് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മുവഹിദായ ഒരാൾക്ക് പിന്നെന്തില്ല? ജാറങ്ങളായിട്ടൊരു കോംപ്രമൈസ് ഇല്ല, ജാറത്തിൻ്റെ ആൾക്കാരായിട്ടൊരു കോംപ്രമൈസ് ഇല്ല. ആദർശത്തിൻ്റെ വിഷയത്തിൽ, ആദർശത്തിൽ മാനുഷികമായ പരിഗണന അത് വേറെ ചർച്ച. നമ്മൾ സംസാരിക്കാൻ ആദർശത്തെ സംബന്ധിച്ചാണ് അല്ലേ? മാനുഷിക പരിഗണന ഒരുപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരായിട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായിട്ട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മാനുഷികമായ ചില കാര്യങ്ങളാണ്. അത് വിട്ട് ആദർശപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരായിട്ട് ഒരു നിലക്കുള്ള ബന്ധവും നമുക്കില്ല. ഒരു ഉദാഹരണം വന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊരു അമുസ്ലിമായ മനുഷ്യൻ, ആ അമുസ്ലിമായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജ നടക്കുന്നു. പൂജ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന അമലുകൾ, അതിനാണ് പൂജ എന്ന് പറയാം അല്ലേ? ആ പൂജ ചെയ്യുന്ന സമയം അയാൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ട് നമ്മൾ ക്ഷണിച്ചു, നിങ്ങൾ പൂജയ്ക്ക് വരണം, അല്ലെങ്കിൽ സാമ്പത്തികമായി എന്നെ ആ വിഷയത്തിൽ സഹായിക്കണം. നമ്മളെന്ത് നിലപാട് സ്വീകരിക്കും? നമ്മൾ പറയും, എൻ്റെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ പൂജിക്കാനോ ഇബാദത്ത് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ ആദർശത്തിനെതിരാണ്, എനിക്ക് വരാൻ പറ്റൂല, പ്രയാസമാണ്, എനിക്കതിൽ സാമ്പത്തികമായി സഹായിക്കാനും പറ്റൂല, കാരണം അത് ഷിർക്കൻ കുഫ്രൻ പ്രവർത്തനങ്ങളാണ്. ഖലാസ്, ഒഴിവായി, നമ്മളുടെ ബറാഅത്ത് പൂർത്തിയായി. ഇതേ മനുഷ്യൻ പിറ്റേത്തെ ദിവസം നമ്മളോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ കല്യാണം, നിങ്ങളെന്തെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണത്തിന് പോകാം, ഭക്ഷണം കഴിക്കാം, കല്യാണത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം, അനുവദനീയമാണ്. കാരണം എന്താ? അത് ആദർശവുമായി ബന്ധപ്പെട്ടതല്ല, മാനുഷികമായി ബന്ധപ്പെട്ടതാണ്. തിരിയുന്നുണ്ടോ? ഇതാണ് അൽ വലാ വൽ ബറാഇൻ്റെ അടിസ്ഥാനം. നമ്മുടെ നാട്ടിൽ എന്ത് പറ്റുന്ന അറിയോ? ചില ആൾക്കാർ മാനുഷിക ബന്ധങ്ങളെയും എന്താക്കി മാറ്റി? ആദർശ ബന്ധങ്ങളാക്കി മാറ്റി. അൽ വലാ വൽ ബറാഇൻ്റെ വിഷയത്തിൽ പറ്റില്ലാതാക്കി. മറ്റു കൂട്ടരോ ആദർശത്തെയും മാനുഷിക ബന്ധത്തിൽ ഉൾപ്പെടുത്തി. അൽ വലാ വൽ ബറാഇ. ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല, മധ്യ നിലപാട് സ്വീകരിക്കണം. ആദർശത്തിൻ്റെ ബന്ധത്തിൽ രണ്ടും രണ്ടാണ്, മനസ്സിലായി? ആദർശ ബന്ധത്തിൽ രണ്ടും രണ്ടാണ്. നമുക്ക് നമ്മുടെ ആദർശം, അവർക്ക് അവരുടെ ആദർശം. മാനുഷിക ബന്ധങ്ങളോ അനുവദനീയവുമാണ്. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അസ്മാ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. അസ്മാ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി.
അബൂബക്കർ സിദ്ദീഖിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭാര്യയുടെ മകളാണ് ആയിഷ. 4 ഭാര്യമാർ. ഒരു ഭാര്യയുടെ മകളാണ് ആയിഷ, വേറൊരു ഭാര്യയുടെ മകളാണ് അസ്മ. രണ്ടും ഒരു മരുന്നിലല്ല, വേറെ ഉമ്മമാരാണ്. ആയിഷ റളിയല്ലാഹുവിൻ്റെ ഉമ്മയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് ഉണ്ടാക്കിയ 2 മക്കളാണ്. ഒന്ന് ആയിഷ, 2 അബ്ദുറഹ്മാൻ. ഇവർ രണ്ടാണ് ഒരു ഉമ്മയുടെ മക്കൾ. അസ്മ വേറെ ഉമ്മയുടെ മകളാണ്. അപ്പോൾ അസ്മ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, എൻ്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വഹിയ മുശ്രിക, മുശ്രിക്കത്തായ സ്ത്രീയാണ്, മുവഹിദല്ല, മുശ്രിക്കത്തായ സ്ത്രീയാണ്. ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം? വീട്ടിൽ നിന്ന് പുറത്താക്കണോ, അതല്ല ഉമ്മ എന്ന നിലക്ക് സഹകരിക്കണോ? ചോദ്യമല്ലേ അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ചോദ്യങ്ങളല്ലേ? തൗഹീദായതിൻ്റെ പേരിൽ എത്ര കുടുംബക്കാരെ വീട്ടുകാർ പുറത്താക്കിയിട്ടുണ്ട് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിലി ഉമ്മക്കി, നിന്റെ ഉമ്മയോടുള്ള കുടുംബ ബന്ധം നീ ചേർക്കുക. അവിടെ അല്ലാഹു ആദർശത്തല്ല പരിഗണിച്ചു, മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് മാനുഷിക ബന്ധങ്ങളാണ്. പിന്നെ ആദർശത്തിൻ്റെ പേരിൽ സ്നേഹിക്കുമോ? ഇല്ല, സ്നേഹിക്കാനില്ല. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് ശേഷം തൻ്റെ മകനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, മോനെ, ബദർ യുദ്ധത്തിൽ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തിനാണെന്നറിയോ? നിന്നെ കിട്ടിയ അപ്പം കൊല്ലാൻ. കാരണം കുടുംബ ബന്ധത്തിന് ആദർശബന്ധത്തിനേക്കാൾ പ്രസക്തിയില്ല. ആദർശബന്ധം വേറെ, കുടുംബബന്ധം വേറെ. അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ പറഞ്ഞു, ഉപ്പ, നിങ്ങളെ ഞാൻ ബദർ യുദ്ധത്തിൽ കാണാതെ മാറി നിൽക്കാൻ ശ്രമിച്ചു. കാരണം കണ്ടാൽ കൊല്ലേണ്ടി വരും, അതിൻ്റെ ഉപ്പയാണ്. അതുകൊണ്ട് ഞാൻ മാറി നിന്നു. ഒരു മാനുഷികമായ സ്നേഹം. പക്ഷെ ആദർശ സ്നേഹത്തിന്, മാനുഷിക സ്നേഹത്തിനൊരു പരിഗണനയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരിയുന്നുണ്ടോ? അപ്പോൾ അതാണ് അൽ വലാ വൽ ബറ എന്നതിൻ്റെ അടിസ്ഥാനം. അതിനുവേണ്ടി നമ്മുടെ ഷെയ്ഖ് നൽകിയ ഒരു ആയത്ത്, തെളിവായിട്ട് കൊടുത്ത ആയത്ത്, ലാ തജിദു ഖൗമൻ, ലാ തജിദു, നിനക്ക് കാണാൻ സാധിക്കൂല, ഖൗമൻ, ഒരു വിഭാഗത്തെ. എന്താ വിഭാഗത്തിൻ്റെ പ്രത്യേകത? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഈ ആയത്ത് ഖുർആൻ്റെ ചില ആയത്തുകൾ, അതുപോലെ റസൂലുള്ളാഹിയുടെ ഹദീസിൻ്റെ ചില വാക്കുകൾ ഇതെടുത്ത് പരിശോധന കാണാൻ സാധിക്കുന്നത്, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ. ഈമാൻ കാര്യങ്ങൾ എത്രയാ? 6 കാര്യങ്ങളില്ലേ? ഏതൊക്കെയാണ്? ഒന്ന് അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വാസം. 2 അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളുടെ വിശ്വാസം. 3 അൽ ഈമാനു ബിൽ റുസുൽ, പ്രവാചകന്മാരുടെ വിശ്വാസം. 4 അൽ ഈമാനു ബിൽ കുതുബ്, ആകാശ ഗ്രന്ഥങ്ങളുടെ വിശ്വാസം. 5-മത്തത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അത് അന്ത്യദിനത്തിലെ വിശ്വാസം. 6-മത്തത് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലെ വിശ്വാസം. ഇതല്ലേ? ഇതിൽ അള്ളാഹ് എല്ലായിടത്തും എടുത്തു വന്ന 2 കാര്യം, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവൻ. അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ പറയപ്പെട്ട കാര്യം വിശ്വാസം വേണ്ടേ? പിന്നെ അള്ളാഹ് ഇങ്ങനെ പറയാൻ കാരണം, യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അന്ത്യദിനത്തിൻ്റെ പ്രത്യേകതയാണത്. മലായിക്കളെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസമൊന്നുമില്ല, വിശ്വസിക്കാം. റസൂലന്മാരെ വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല. കാരണം ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, മനുഷ്യൻ കണ്ണുകൊണ്ട് പ്രവാചകന്മാരെ കണ്ടിട്ടുമുണ്ട്. അതേപോലെ തന്നെ കാരണം ഈ വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളാണെന്നും അറിയാം, അപ്പോൾ വിശ്വാസത്തിന് പ്രയാസമില്ല. കുത്തുബ്, അള്ളാഹിൻ്റെ കിതാബുകൾ, അതും മനുഷ്യ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ഖുർആൻ. എന്നാൽ യൗമുൽ ആഖിറുമായി ബന്ധപ്പെട്ട് അന്ത്യദിനത്തിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അതെല്ലാം ഗൈബിയായ കാര്യങ്ങളാണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണാനോ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനോ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാനോ സാധിക്കാത്ത കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? അദാബുൽ ഖബർ, ഖബറിലുള്ള ശിക്ഷ നമ്മളാരും കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നമ്മളാരെങ്കിലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതിന് പറ്റുന്നതാണോ? ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതാണോ? അതിനും അപ്പുറം. അതേപോലെ സിറാത്ത്, പരലോകമുള്ള കാര്യം. സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജിസ്റുൻ ഫൗഖൽ ജഹന്നം, നരകത്തിൻ്റെ മേലെയുള്ള പാലം. ആ പാലത്തിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞത്, അത് മുടിയേക്കാൾ നേർത്തതായിരിക്കും, വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായിരിക്കും. ആ പാലത്തിൻ്റെ 2 ഭാഗത്തും കുളത്തുകൾ ഉണ്ടാവും, മുള്ളിൻ്റെ കുളത്തുകൾ ഉണ്ടാവും. ചില ആൾക്കാർ കണ്ണിൻ്റെ ഇമ വെട്ടുന്ന സ്പീഡിൽ ആ പാലം മുറിച്ചു കടക്കും. ചില ആൾക്കാർ കാറ്റിൻ്റെ വേഗത്തിൽ മുറിച്ചു കടക്കും. ചില ആൾക്കാർ പടക്കുതിരയുടെ വേഗത്തിൽ മുറിച്ചു കടക്കും. ചില ആൾക്കാർ വെളിച്ചത്തിൻ്റെ വേഗത്തിൽ മുറിച്ചു കടക്കും. ചില ആൾക്കാർ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോകും. ചില ആൾക്കാർ കമിഞ്ഞു പോകും. അവരെ ആ മുള്ളുകൾ വലിച്ച് താഴേക്ക് നരകത്തിൻ്റെ കുണ്ടിലേക്ക് ഇടും. നമ്മളാരും കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഹൗള് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു തടാകം, വെള്ളം കുടിക്കുന്ന തടാകം. അതേപോലെ തന്നെ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ്.
നമ്മൾ കണ്ടിട്ടുണ്ടോ? റസൂൽ പറഞ്ഞു ലഹു കിഫത്താൻ, അതിന് 2 തട്ടുകളുണ്ട്. നമ്മൾ പണ്ടത്തെ ത്രാസില്ലേ മീനൊക്കെ തൂക്കുന്ന പണ്ടുള്ള 2 തട്ടായിട്ടുള്ള, അങ്ങനെ 2 പാത്രങ്ങൾ അതിനുണ്ട്. അതിൽ നന്മയും തിന്മയും തൂക്കും. റസൂൽ പറഞ്ഞതാണ്. ആ മീസാൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പല കാര്യങ്ങളും, ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങളാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിക്കാനും വിവാപനം ചെയ്യാനും സാധിക്കാത്ത ഗൈബിയായ കാര്യങ്ങളാണ്. അപ്പം അതിൽ വിശ്വസിക്കാൻ നമുക്ക് എന്ത് വേണം? കുറച്ച് ഈമാൻ നല്ലോണം വേണം, എന്നാലും അതൊക്കെ വിശ്വസിക്കും. അതുകൊണ്ട് അള്ളാഹു അത് എടുത്തു പറയാൻ കാരണം അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മനസ്സിലാകുന്നില്ല? അപ്പം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പം അതിൻ്റെ അർത്ഥം മുവഹിദായ മുഅ്മിനായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. എങ്ങനെ കാണാൻ പറ്റൂല? യുവാദൂന, അവർ സ്നേഹബന്ധം സ്ഥാപിക്കുന്നതായി, അവരെ സ്നേഹബന്ധം സ്ഥാപിക്കുന്നതായി കാണാൻ പറ്റൂല. പിന്നെ ആരോട്? മൻ, ഒരു കൂട്ടരോട്. ആ കൂട്ടരുടെ പ്രത്യേകത എന്താ? ഹദ്ദല്ലാഹ വ റസൂല, അള്ളാഹുവിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗത്തിനോട് സ്നേഹബന്ധം പുലർത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പം എൻ്റെ അർത്ഥം കുഫറിൻ്റെ അഹിലുകാരും ഷിർക്കിൻ്റെ അഹിലുകാരും അവരോട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരായിരിക്കൂല. ആര്? മുഅ്മിനീങ്ങൾ. ഇപ്പം മുഅ്മിനീങ്ങൾക്ക് കുഫറിനോട് വെറുപ്പായിരിക്കും, കുഫറിൻ്റെ ആൾക്കാരോടും വെറുപ്പായിരിക്കും. ഈ കുഫറിനോട് വെറുക്കുന്ന ഒരാൾ ഒരു അമുസ്ലിമിൻ്റെ കുഫ്രിയ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുമോ? സഹകരിക്കുക? കൂടെ ക്രിസ്മസ് ആഘോഷിക്കുമോ? ഇല്ല, ഒരിക്കലും ആഘോഷിക്കൂല. കാരണം എന്താ? അത് ഷിർക്കൻ പ്രവർത്തനമാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുന്നതാണ്. നമ്മളതിന് പങ്കെടുക്കുമോ? ഇല്ല. അതാണ് പറഞ്ഞ കണ്ടോ, ഷിർക്കിൻ്റെ ആൾക്കാരോടും കുഫറിൻ്റെ ആൾക്കാരോടും സ്നേഹബന്ധം സ്ഥാപിക്കുന്നത് നിനക്ക് കാണാൻ പറ്റൂല. വലൗ കാനു ആബാഅഹും, എന്നെ അവരവരുടെ പിതാക്കന്മാരായാലും ശരി, നമ്മൾ ഒരു കോംപ്രമൈസും തയ്യാറല്ല. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ ഉപ്പയും ഉമ്മയും അള്ളാഹു കാക്കട്ടെ, അവർ ജാറത്തിനടുത്ത് പോയി ദുആ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ആ വിഷയത്തോട് സഹകരിക്കുമോ? സഹകരിക്കുന്ന മാത്രമല്ല, ആ വിഷയത്തിൽ അവരെന്തെങ്കിലും നമ്മോട് കൽപ്പിച്ചാൽ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അതിൽ അള്ളാഹു പറഞ്ഞു വലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, നിങ്ങൾ വലാ തുതിഉഹുമാ, ശിർക്കൻ കാര്യങ്ങളാണ് മാതാപിതാക്കൾ നിങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ വലാ തുതിഉഹുമാ, അവരനുസരിക്കേണ്ടതില്ല. അതാണ് അൽ വലാ വൽ ബറ, ഷിർക്കിൻ്റെ ആൾക്കാരെ മാറ്റി നിർത്തുക. അതേപോലെ തന്നെ ഔ അബ്നാഅഹും, എന്നെ ആ അടുത്ത ആൾക്കാർ നിങ്ങളുടെ മക്കളാണെങ്കിലും ശരി, ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളായ നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിലും ശരി, ഔ അശീറതഹും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരായാലും ശരി, നമ്മളെന്ത് ചെയ്യൂല? ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ആദർശം കുടുംബബന്ധം രണ്ടാണ്. ഉലൈക, ആ കൂട്ടരാണ്, അങ്ങനെ അള്ളാഹു വിശ്വസിച്ച കൂട്ടരാണ് കതബ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ ഈമാൻ, ഈമാൻ അള്ളാഹുയുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുകയും അള്ളാഹു വെറുത്തവരെ വെറുക്കുകയും ചെയ്യുന്നത് അള്ളാഹു മനസ്സിൽ ഈമാൻ രേഖപ്പെടുത്തിയവർ മാത്രമാണ്. അതായത് മുഅ്മിൻ, ഈമാൻ പൂർത്തിയായവരാണെന്നർത്ഥം. അതേപോലെ തന്നെ വഅയ്യദഹും ബിറൂഹിൻ മിൻ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു ആത്മീയ ചൈതന്യം കൊണ്ട് അള്ളാഹു അവർക്ക് പിൻബലം നൽകുന്നതുമാണ്. അതുമായില്ല, വയുദ്ഖിലുഹും, അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, ജന്നാത്തിൻ തജ്രി, ജന്നാത്തിൻ, തോട്ടങ്ങളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. ആ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? തജ്രി മിൻ തഹ്തിഹ, ആ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്നുണ്ട് അൽ അൻഹാറു, പുഴകൾ. ഖാലിദീന ഫീഹ, അവർ ആ തോട്ടത്തിൽ ശാശ്വതന്മാരായിരിക്കും. റളിയല്ലാഹു അൻഹും വറദൂ അൻ, അവർ അള്ളാഹുവിനെയും അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടവരും ആയിരിക്കും. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ പാർട്ടി. അല, അറിയണം, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ പാർട്ടിയാണ് വിജയിച്ച കക്ഷികൾ. ഇതാണ് അൽ വലാ വൽ ബറാ, അതിൻ്റെ ആകത്തുക. നമുക്ക് എന്ത് മനസ്സിലായി അൽ വലാ വൽ ബറാ എന്ന്? അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കണം, അള്ളാഹു വെറുത്തവരെ വെറുക്കണം. അള്ളാഹു സ്നേഹിച്ച പ്രവർത്തനങ്ങളെ സ്നേഹിക്കണം, അള്ളാഹു വെറുത്ത പ്രവർത്തനങ്ങളെ വെറുക്കണം. തിരിയുന്നുണ്ടോ? അപ്പം ഷിർക്കും കുഫറിനോട് മനസ്സിൽ വെറുപ്പ് വേണം, അതിനോടും അതിൻ്റെ ആൾക്കാരോടും. നമ്മൾ സ്നേഹിക്കാൻ പറ്റുമോ? കുഫറിനെ, ഷിർക്കിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആലോചിക്കണം, ഈ ഒരു കാലഘട്ടത്തിൽ ചില ആൾക്കാർ വളരെ കെയർലെസ് ആയിട്ട് ഷിർക്കൻ പ്രവർത്തനങ്ങൾ കാണുന്ന ചില ആൾക്കാരാണ്, അല്ലേ?
ഉദാഹരണം പറയുകയാണെങ്കിൽ, പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ ചില സംഘടന എന്ന് പറയുന്നത് പറയാം. അവർ ചെയ്യുന്ന നിലപാടെന്ന് വെച്ചാൽ, ഷിർക്കിൻ്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോയാൽ അവർ അതേപോലെ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യും. ജാറത്തിലേക്ക് പോയാൽ അവരും ജാറത്തിൻ്റെ പണിയെടുക്കും. ഖബർ തവാഫിന് അവരും ഖബറിന് തവാഫ് ചെയ്യും. പള്ളിയിലേക്ക് വന്നാലോ നിസ്കാരക്കാരുടെ കൂടെ നിസ്കാരത്തിൻ്റെ ആൾക്കാരെ. എന്തുകൊണ്ടാണെന്നറിയോ? ഷിർക്കിൻ്റെ ആൾക്കാരെ മാറ്റി നിർത്താൻ പറ്റാത്തത് ഈമാൻ പൂർത്തിയാകാത്തത് കൊണ്ടാണ്. അതെല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അതല്ല പറഞ്ഞേ, കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അള്ളാഹു ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തിയവർ, അള്ളാഹുവിൻ്റെ ഭാഗത്തിൻ്റെ പ്രത്യേകമായ ആത്മീയ ചൈതന്യം കൊണ്ട് പിൻബലം നൽകിയവർ, അവർക്കല്ലാതെ ഇതിന് സാധിക്കൂല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനമാണ്. ഉസ്ലും മിൻ ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുക, അള്ളാഹു വെറുത്തതിനെ വെറുക്കുക. അതാണ് അൽ വലാ വൽ ബറാ. അതാണ് മൂന്നാമത്തെ കാര്യമായി നമ്മുടെ ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ചത്. ഒരു സെറ്റ് പൂർത്തിയായി. ഇനി അടുത്ത് തുടങ്ങുന്നത് വേറെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.